വലിയ ആശ്വാസമേകി സപ്ലൈകോ ക്രിസ്മസ് പുതുവത്സര വിപണികൾക്ക് തുടക്കമായിരിക്കുകയാണ്. സംസ്ഥാനതല ഉദ്ഘാടനം തിരുവനന്തപുരം പുത്തിരിക്കണ്ടം നായനാർ പാർക്കിൽ വെച്ച് ഭക്ഷ്യ സിവിൽ സപ്ലൈ മന്ത്രി GR അനിൽ നിർവഹിച്ചു. ഉത്സവകാലങ്ങളിൽ വിപണികളിൽ ഉണ്ടാകുന്ന അമിതമായ വിലക്കയറ്റം തടയുന്നതിനും സാധാരണക്കാർക്ക് ഗുണമേന്മയുള്ള സാധനങ്ങൾ കുറഞ്ഞ നിരക്കിൽ ലഭ്യമാകുന്നതിനും ലക്ഷ്യമിട്ടാണ് സർക്കാർ ഈ വിപണന മേളകൾ സംഘടിപ്പിച്ചിരിക്കുന്നത്. ജനുവരി 1-ാം തീയതി വരെ നീണ്ടുനിൽക്കുന്ന ഈ ഫെയറുകൾ കേരളത്തിലെ വിവിധയിടങ്ങളിൽ പൊതുജനങ്ങൾക്ക് വലിയ തോതിലുള്ള സാമ്പത്തിക ലാഭം നൽകുന്ന രീതിയിലാണ് ആസൂത്രണം ചെയ്തിരിക്കുന്നത്. സപ്ലൈകോയുടെ ഈ ഇടപെടൽ വിപണിയിൽ വലിയ ചലനങ്ങൾ സൃഷ്ടിക്കുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. ഈ വർഷത്തെ സപ്ലൈകോ ക്രിസ്മസ് ഫെയറിലെ പ്രധാന ആകർഷണം കുറഞ്ഞ നിരക്കിൽ ലഭ്യമാകുന്ന അരിയാണ്. 20 കിലോഗ്രാം അരി കേവലം 25 രൂപ നിരക്കിൽ വിപണികളിലൂടെ ലഭ്യമാക്കാൻ സർക്കാർ നടപടി സ്വീകരിച്ചിട്ടുണ്ട്. ഇത് ഇടത്തരം കുടുംബങ്ങൾക്ക് വലിയൊരു ആശ്വാസമായി മാറുക തന്നെ ചെയ്യും. ഇതിനു പുറമെ പ്രത്യേക പ്രോത്സാഹന പദ്ധതികളും സപ്ലൈകോ അവതരിപ്പിച്ചിട്ടുണ്ട്. 500 രൂപയ്ക്ക് മുകളിൽ സബ്സിഡി ഇതര സാധനങ്ങൾ വാങ്ങുന്ന ഉപഭോക്താക്കൾക്ക് കേവലം 1 രൂപയ്ക്ക് 1 കിലോ ശബരി ഉപ്പ് നൽകുന്ന പദ്ധതിയും ഇതിൽ ശ്രദ്ധേയമാണ്. നിത്യോപയോഗ സാധനങ്ങളുടെ വില കുതിച്ചുയരുമ്പോൾ ഇത്തരം ചെറുകിട ആനുകൂല്യങ്ങൾ പോലും സാധാരണക്കാരായ വീട്ടമ്മമാർക്ക് വലിയ സഹായമാണ് നൽകുന്നത്. ശബരി ബ്രാൻഡിന്റെ ഉൽപ്പന്നങ്ങൾക്ക് ജനങ്ങൾക്കിടയിലുള്ള വിശ്വാസത്തെയും ഈ പദ്ധതിയുടെ വിജയത്തിന് മാറ്റുകൂട്ടും. ഉത്സവകാലത്തെ ആവശ്യങ്ങൾ മുൻനിർത്തി പ്രത്യേകമായി തയ്യാറാക്കിയ കിറ്റുകളും ഇത്തവണ വിപണിയിൽ എത്തിച്ചിട്ടുണ്ട്. 12 വ്യത്യസ്ത ഉൽപ്പന്നങ്ങൾ അടങ്ങിയ കിറ്റ് കുറഞ്ഞ നിരക്കിൽ വിൽക്കാനാണ് അധികൃതർ തീരുമാനിച്ചിരിക്കുന്നത്. പായസ മിക്സ്, തേയില, പഞ്ചസാര, കേക്ക്, ശബരി അപ്പം പൊടി, വിവിധ ഇനം മസാലകൾ തുടങ്ങിയ ഒരു ഉത്സവകാലത്തേക്ക് അടുക്കളയിലേക്ക് വേണ്ട അത്യാവശ്യം വസ്തുക്കളെല്ലാം ഉൾപ്പെടുത്തിയാണ് ഈ കിറ്റ് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. യഥാർത്ഥത്തിൽ 667 രൂപ വിപണി വില വരുന്ന ഈ കിറ്റിന് 500 രൂപ എന്ന ആകർഷകമായ നിരക്കിലാണ് ഉപഭോക്താക്കൾക്ക് ലഭ്യമാക്കുന്നത്. ക്രിസ്മസ് ആഘോഷങ്ങൾക്ക് പകിട്ടേകാൻ ആവശ്യമുള്ള വിഭവങ്ങളെല്ലാം ഒരിടത്തു നിന്ന് തന്നെ കുറഞ്ഞ വിലയ്ക്ക് ലഭിക്കുന്നത് ജനങ്ങൾക്ക് വലിയ സൗകര്യമാകും. തിരഞ്ഞെടുത്ത ബ്രാൻഡുകളുടെ ഉൽപ്പന്നങ്ങൾക്ക് വൻതോതിലുള്ള വിലക്കിഴിവാണ് ഇത്തവണ പ്രഖ്യാപിച്ചിരിക്കുന്നത്. പ്രമുഖ ബ്രാൻഡുകളുടെ 280-ലധികം ഉൽപ്പന്നങ്ങൾക്ക് പ്രത്യേക ഓഫറുകൾ നൽകുന്നുണ്ട്. ബ്രാൻഡഡ് നിത്യോപയോഗ സാധനങ്ങൾക്ക് 5% മുതൽ 50% വരെ വിലക്കുറവ് ലഭ്യമാണ്. പൊതുവിപണിയിൽ ഉയർന്ന വിലയുള്ള ഉൽപ്പന്നങ്ങൾ ഇത്തരത്തിൽ വിലക്കുറവ് ലഭിക്കുന്നത് ഉത്സവകാലത്തെ ചിലവുകൾ കുറയ്ക്കാനും സഹായിക്കും. ഉപഭോക്താക്കളെ ആകർഷിക്കുന്നതിനായി പ്രത്യേക ഡിസ്കൗണ്ട് കൂപ്പണുകളും സപ്ലൈകോ ഏർപ്പെടുത്തിയിട്ടുണ്ട്. 1000 രൂപയ്ക്ക് സബ്സിഡി സാധനങ്ങൾ വാങ്ങുന്നവർക്ക് കൂപ്പൺ വഴി 50 രൂപയുടെ അധിക കിഴിവ് ലഭിക്കും. ഇത് കൂടുതൽ ആളുകളെ സപ്ലൈകോ വിപണികളിലേക്ക് ആകർഷിക്കാൻ കാരണമാവുകയും ചെയ്യും. സംസ്ഥാനത്തെ 6 പ്രധാന ജില്ലകളിൽ വിപുലമായ രീതിയിലുള്ള ഫെയറുകളാണ് ക്രമീകരിച്ചിരിക്കുന്നത്. തിരുവനന്തപുരം പുത്തിരിക്കണ്ടം മൈതാനം, കൊല്ലം ആശ്രമ മൈതാനം, പത്തനംതിട്ട റോസ്മണ്ട് ഓഡിറ്റോറിയം, കോട്ടയം തിരുനക്കര മൈതാനം, എറണാകുളം മറൈൻ ഡ്രൈവ്, തൃശൂർ തേക്കിൻകാട് മൈതാനം എന്നിവിടങ്ങളിൽ സജ്ജീകരിച്ചിട്ടുള്ള പ്രത്യേക വിപണികൾ ജനങ്ങൾക്ക് എളുപ്പത്തിൽ എത്തിച്ചേരാൻ സാധിക്കുന്ന ഇടങ്ങളാണ്. ഇതുകൂടാതെ എല്ലാ താലൂക്കുകളിലും സപ്ലൈകോയുടെ ഒരു പ്രധാന വിൽപ്പനശാല ക്രിസ്മസ് ഫെയറായി പ്രവർത്തിക്കുകയും ചെയ്യും. ദൂരസ്ഥലങ്ങളിൽ താമസിക്കുന്നവർക്ക് ജില്ലാ കേന്ദ്രങ്ങളിലെ വലിയ മേളകളിൽ എത്താൻ സാധിച്ചില്ലെങ്കിലും താലൂക്ക് തലത്തിലുള്ള ഫെയറുകൾ വഴി ഈ ആനുകൂല്യങ്ങൾ പ്രയോജനപ്പെടുത്താനും സാധിക്കും. വാഹനോടമകൾക്കും ഇത്തവണ പ്രത്യേക ആനുകൂല്യങ്ങൾ സപ്ലൈകോ പ്രഖ്യാപിച്ചിട്ടുണ്ട് എന്നതും ശ്രദ്ധേയമാണ്. സപ്ലൈകോയുടെ പെട്രോൾ പമ്പുകളിൽ നിന്ന് ഇന്ധനം നിറയ്ക്കുന്നവർക്ക് പർച്ചേസ് കൂപ്പണുകളും നൽകും. ഇരുചക്ര വാഹനങ്ങൾക്കും ഓട്ടോറിക്ഷകൾക്കും 250 രൂപയ്ക്ക് ഇന്ധനം നിറയ്ക്കുമ്പോഴും മറ്റ് വലിയ വാഹനങ്ങൾക്ക് 1000 രൂപയ്ക്ക് മുകളിൽ ഇന്ധനം നിറയ്ക്കുമ്പോഴുമാണ് ഈ കൂപ്പണുകൾ ലഭിക്കുക. ഇന്ധന വിലക്കയറ്റത്തിന്റെ കാലത്ത് സപ്ലൈകോയുടെ ഈ നീക്കം വലിയ രീതിയിൽ സ്വാഗതം ചെയ്യപ്പെടുന്നുണ്ട്. ക്രിസ്മസ് പുതുവത്സര ആഘോഷങ്ങൾക്കായി സാധനങ്ങൾ വാങ്ങാൻ എത്തുന്നവർക്ക് ഈ കൂപ്പണുകൾ വഴി പർച്ചേസുകളിൽ ലാഭം നേടാനും കഴിയും. വിപണിയിലെ പൂഴ്ത്തിവെപ്പും അമിതവില ഈടാക്കലും തടയാൻ ഇത്തരം സർക്കാർ ഇടപെടലുകളും അനിവാര്യമാണ്. പൊതുവിപണിയിൽ സാധനങ്ങൾക്ക് വില വർദ്ധിക്കുമ്പോൾ സർക്കാർ വിപണിയിലെ കുറഞ്ഞ നിരക്ക് സ്വകാര്യ കച്ചവടക്കാരെയും വില കുറയ്ക്കാൻ പ്രേരിപ്പിക്കും. സപ്ലൈകോയുടെ ഈ ഉദ്യമം കേവലം വിൽപ്പനയ്ക്ക് അപ്പുറം വിപണി നിയന്ത്രണം എന്ന വലിയ ലക്ഷ്യം കൂടിയാണ് കൈവരിക്കുന്നത്. ജനങ്ങളുടെ ആവശ്യങ്ങൾ കണ്ടറിഞ്ഞുള്ള ഉൽപ്പന്നങ്ങളുടെ ലഭ്യത ഉറപ്പുവരുത്താൻ സിവിൽ സപ്ലൈസ് വകുപ്പ് പ്രത്യേക ശ്രദ്ധ നൽകുന്നുണ്ട്. വരും ദിവസങ്ങളിൽ കൂടുതൽ ആളുകൾ ഈ വിപണന മേള പ്രയോജനപ്പെടുത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. പുതുവർഷം പിറക്കുന്നതോടെ അവസാനിക്കുന്ന ഈ വിപണികൾ കേരളത്തിലെ സാധാരണക്കാരുടെ ആഘോഷങ്ങൾക്ക് ഇരട്ടി മധുരം പകരുമെന്നതിൽ തർക്കമില്ല.